പ്രിയമുള്ളവരെ, അപൂർവമായി മാത്രം സത്യം പറയാറുള്ള പൂക്കോട്ടൂരുകാരൻ ജാമ്യയുടെ ഇന്നലെ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഒരു സത്യം പറഞ്ഞിരിക്കുകയാണ്. സംഘടനാപരമായി അദ്ദേഹം പറയാറുള്ളത് മുഴുവനും 99% കളവാവാറാണ് പതിവ്. എന്നാൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നത് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് 89 വരെയും SSF ഉണ്ടായിരുന്നു. അതിന് ശേഷം SSFനെ വിട്ടുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറം തേടി വേറെ സംഘടനയുണ്ടാക്കി. അതിൽ നിന്ന് നേതൃത്വം നൽകാൻ ഒരു തറവാട്ടിലെ ആളുകളാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഉള്ളത്. അതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വിശേഷമായി അന്ന് ആ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ആ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ആവശ്യമായി വന്നത് എന്തുകൊണ്ട് എന്നും മറ്റുമൊക്കെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞ ആ ശബ്ദം നമുക്ക് കേൾക്കാം. ആ തറവാടിത്തത്തിന്റെ മഹത്വം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടല്ലോ. നമ്മുടെ സംഘടനകളൊക്കെ തലപ്പത്ത് നിർത്തിയത് ആരെയാണ്? നമ്മുടെ സംഘടനകളൊക്കെ സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊണ്ടുവന്നത് ആരെയാണ്? സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നമ്മളൊക്കെ വളരെ പൊരുതി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. SSF എന്ന സംഘടന എസ്റ്റാബ്ലിഷ്ഡ് സംഘടന അപ്പുറത്തുള്ളപ്പോ നമ്മളൊരു സംഘടനയുമായി ഇറങ്ങുമ്പോൾ ഒറ്റ തലപ്പാവ് ധരിച്ചാലും കൂടിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് SSFകാര് അന്ന് ഇവരെ കൂടെ നിൽക്കാൻ തയ്യാറാകാതിരുന്നത്? ഇവരുടെ SKSSF രൂപീകരിച്ചപ്പോൾ അതിലെന്തുകൊണ്ട് പണ്ഡിതന്മാർ ഉണ്ടായില്ല? SKയിൽ മാത്രമല്ല, അവരെ കൂടെ തലയെക്കെട്ടുധാരികളായ ഒരാളും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറേ ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ വിധി എന്നറിയില്ല. അവർ ചിലപ്പം യഥാർത്ഥത്തിൽ കെട്ടിയ തലയെക്കെട്ടുകാരാവില്ല, കൊട്ടാര പണ്ഡിതന്മാരായിരിക്കാമെന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ വാക്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് തലയെക്കെട്ടുകാരാരുമില്ല എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കുന്നവരും ഇൽമു പഠിപ്പിക്കുന്നവരുമായ ആലിമീങ്ങൾ, ഇൽമുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരുമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അത് എന്തുകൊണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അന്ന് ഇൽമുള്ള ആളുകൾ അവരെ കൂടെ ഉണ്ടാകാതിരുന്നത്? ലോകത്ത് എവിടെയും സ്ഥാനവും മാനവും ഇസ്ലാം നൽകിയിട്ടുള്ളത് പണ്ഡിതന്മാർക്കാണല്ലോ. ഇൽമുള്ളവർക്കും ഇൽമു പഠിക്കുന്നവർക്കുമാണ്. ഇപ്പം ഏകദേശം SSFൻ്റെ ഒക്കെ പ്രായത്തിലുള്ള മുതഅല്ലിമീങ്ങളായിരിക്കും അധികവും. അവർക്കൊക്കെ ഇൽമ് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കുന്നുവെങ്കിൽ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്നാണ് ഇസ്ലാമിക പ്രമാണം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ തലപ്പാവുധാരികളായ ആരും അവരെ കൂടെ ഉണ്ടായില്ല എന്ന് സമ്മതിക്കുന്നു. എന്തുകൊണ്ടുണ്ടായില്ല എന്ന പരിഹാരം, പ്രതിവിധി, അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അന്ന് പണ്ഡിതന്മാരൊന്നും നിങ്ങളെ കൂടെ ഉണ്ടാവാതിരുന്നത് അവർ അക്കാലം അത്രയും പഠിച്ചു പോന്നതും കിതാബിൽ ഓതിപ്പഠിച്ച് കണ്ടതും അപ്പുറത്തില്ല. അതുള്ളത് ബഹുമാന്യരായ ഉള്ളാൾ തങ്ങളുടെയും AP ഉസ്താദിൻ്റെയും അതിൻ്റെ അനുയായികളുടെയും കൂടെയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തലപ്പാവുധാരികൾ നിങ്ങൾക്കൊപ്പം നിന്നില്ല. അത് അഭിമാനമായി നിങ്ങൾക്ക് പറയാൻ ലോകത്തെവിടെയും കഴിയില്ല. കാരണം ഏറ്റവും അധികം കാര്യം തിരിയുന്നവർ ഇൽമുള്ളവരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏത് ഇൽമാണ് എന്നുള്ളത് എല്ലാവർക്കും ശരി. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മതപരമായ അറിവുള്ള ആളുകൾക്കാണ് ഏറ്റവും പവറുള്ളത്, ഭൗതികമായ ഇൽമുള്ളവർക്കല്ല. അപ്പം അക്കണക്കിന് മതപരമായ ഇൽമുള്ള ഒരാളും നിങ്ങളെ കൂടെ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫത്വ തരാൻ പറ്റിയ ആളുകൾ ഉണ്ടായില്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് ചിന്തിച്ചോ എന്നറിയില്ല. പക്ഷെ വസ്തുത അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ അപൂർവമായിട്ടാണെങ്കിലും ഇന്നലെ പുറത്തു ചാടിയത് വളരെ സന്തോഷകരമായൊരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിദ്യാഭ്യാസം നേടിയ ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതവിജ്ഞാനമാണ്. ആ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇവരുടെ ഫത്വക്ക് ചാവേറാകാൻ കിട്ടില്ല. രാഷ്ട്രീയക്കാർ അനുദിനം പടച്ചുകൊണ്ടിരിക്കുന്ന കോപ്രയങ്ങളെ ന്യായീകരിക്കുവാനും അവർക്ക് അനുകൂലമായ ഫത്വ കൊടുക്കാനും ഇൽമു പഠിച്ച വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള തൻ്റെ ഇടമുള്ള ആരെയും കിട്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ തലപ്പാവുകാരും അപ്പുറത്ത് അണിനിരന്നില്ല. എല്ലാവരും പഠിച്ചതും
കിതാബിൽ കണ്ടതും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പറയുന്നത് പോലെ എ പി ഉസ്താദ് പറയുന്നത് പോലെയുള്ള നിയമങ്ങളാണ് കണ്ടത്. തെർക്കുൽ മുവാലാത്താണല്ലോ അടിസ്ഥാന ആശയം. അവരതുവരെയും പഠിച്ചത് അതാണ്. അതിനെതിരെയാണല്ലോ ഇവർ നീങ്ങിയത്. സകലകുലാവി ഐക്യം വേണമെന്നാണല്ലോ അവരിപ്പോൾ ഇന്നും അന്നുമൊക്കെ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമൊക്കെ. അതിനവരുണ്ടായില്ല എന്ന വളരെ നിസ്സാരമായ ഒരു കണ്ടെത്തൽ നടത്താൻ വലിയ ചിന്തയൊന്നും ആവശ്യമില്ല. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 89 മുതൽ അങ്ങോട്ട് 18 വർഷം സമസ്തയുടെ ജനറൽ ബോഡി ചേരാത്തതിൻ്റെ കാരണം കൂടി നമുക്ക് വ്യക്തമായി അറിയാം, മനസ്സിലാക്കാൻ കഴിയും. കാരണം ജനറൽ ബോഡി ചേരാൻ പലരും ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ജനറൽ ബോഡി വിളിക്കാതെ നോമിനേഷനിലൂടെ സംഘടനയെ വളർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് അങ്ങനെ അവർ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, ജനറൽ ബോഡി വിളിച്ചാൽ ഇവരെ അംഗീകരിക്കുന്ന ഒരാളെയും കിട്ടില്ല. കാരണം ജനറൽ ബോഡിക്ക് തലപ്പാവുകാർ ആണല്ലോ. അല്ലാതെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ IAS നേടിയ ആളുണ്ടായിട്ടും കാര്യമില്ല. കാരണം സമസ്തയുടെ ഭരണഘടന പറയുന്നത് അൽഫി മുത്തവൽ മോയിന് ഓതിയവരായിരിക്കണം ജനറൽ ബോഡി മെമ്പർമാർ എന്നാണ്. പിന്നെ അതിലൊക്കെ അംഗമായിട്ട് ഓരോ ഘടകത്തിലും പ്രവർത്തിക്കണമെങ്കിൽ അൽഫി മുത്തവൽ മോനൊക്കെ ദർസ് നടത്താനും അതിൻ്റെ മേലുള്ള കിതാബുകൾ ദർസ് നടത്താനൊക്കെ കഴിവ് വേണം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ജനറൽ ബോഡി മെമ്പർമാരാകാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരാളും അവരെ കൂടെ ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണ്, മനസ്സിലാകുന്നില്ല. കുറേ അവർക്ക് വാലാട്ടികളായിട്ടുള്ള അവരുണ്ട്. പക്ഷേ ഹഖീഖത്തിൽ ഇൽമായിട്ട് മനസ്സിലാക്കിയ അത് അതുപോലെ നിലനിൽക്കണമെന്ന് മനസ്സിലാക്കിയ ആരും തന്നെ അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ കുറ്റസമ്മതം പ്രഖ്യാപനമാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സമസ്ത അതിൻ്റെ മുഷാവറ അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വിളിക്കാത്തത് കൊണ്ട് സ്റ്റേ കൊണ്ടിട്ട് വരുന്നു ഒരാൾക്ക്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് പിന്തിപ്പിച്ചത്? ജനറൽ ബോഡി ഇല്ലാതെ മുന്നോട്ട് പോയത്. ജനറൽ ബോഡി ചേർന്നാൽ അവരുടെ നിലനിൽപ്പ് അപതാളത്തിലാകുമെന്ന് കണ്ടു. അങ്ങനെ അവസാനം ജനറൽ ബോഡി ചേരേണ്ട ഒരവസ്ഥ വന്നു. ജനറൽ ബോഡി വിളിച്ചു. സമസ്തയുടെ കോറമാവുന്ന 10 ആളുകൾ ചേർന്നുകൊണ്ട് ജനറൽ ബോഡി വിളിച്ചു. ആ ജനറൽ ബോഡിക്ക് എല്ലാവർക്കും വരാമായിരുന്നു, യോഗ്യത എല്ലാവർക്കൊക്കെ മെമ്പർഷിപ്പ് എടുത്തിരുന്നുവെങ്കിൽ. പുതിയ മെമ്പർഷിപ്പ് എടുത്തിട്ട് രൂപീകരിച്ചിട്ടാണ് ജനറൽ ബോഡി വിളിച്ചത്. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരാളും ഉണ്ടായില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ജനറൽ ബോഡി ചേർന്നില്ല എന്ന ചോദ്യത്തിനും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തോടുകൂടെ ഉത്തരമായി. കാരണം അവരുടെ പ്രമുഖ നേതാവാണല്ലോ, ആവേശ പ്രഭാഷകനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊരു അതിൻ്റേതായ വ്യക്തമായ ഒരു നയമാണ്, പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അക്കാലത്ത് പണ്ഡിതന്മാരെ വിമർശിക്കലായിരുന്നു ഇവരുടെ കൂടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ പണി. സീതി ഹാജിയാണല്ലോ പരസ്യമായി പറഞ്ഞത്, ഈ പണ്ഡിതന്മാരൊക്കെ AP ഉസ്താദിൻ്റെയും ഉള്ളാൾ തങ്ങളെയൊക്കെ ഒപ്പം കൂടിയപ്പോൾ ആരാൻ്റെ ചോറ് നിന്ന് പണ്ഡിതന്മാർ ലീഗിനെതിരെ വന്നാൽ കൈകാര്യം ചെയ്യുന്നതാണ് സീതി പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവർ ചോറ് കൊടുക്കുന്നത് ഇവർക്കനുസരിച്ച് ഫത്വ കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ ഇൽമിനെ സ്നേഹിച്ചിട്ടോ. പക്ഷെ അത് കൊടുത്ത ഇൽമിൻ്റെ വീട്ടുകാരായ സഹോദരിമാരെ കുറിച്ച് നമുക്കൊരു വിമർശനമില്ല. അവരെ ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കൊടുത്തതാണ്. ആ സഹോദരിമാരുടെ മനസ്സുള്ള ആണുങ്ങളും അതുപോലെ തന്നെയാണ്. അങ്ങനല്ലാതെ പാർട്ടി വളർത്താൻ പാർട്ടിക്ക് ക്ഷീണമാകുന്ന ഒരു ഫത്വയും ഉണ്ടാവരുത്. അള്ളാഹുവിനെ നൂറാകുന്ന ഇൽമ് പഠിക്കുന്നവർക്ക് അതിനുള്ള അവസരം വേണം എന്നൊക്കെ ചിന്തിക്കുന്നവർ നല്ലവർ അന്നും ഉണ്ടാകുന്ന ഒരു വിഭാഗം. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഈ സീതിയുടെ ഈ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾ തീരെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ നയം. ആ വിഭാഗം ആളുകളാണ് അന്നുണ്ടായിരുന്നത്. അത് പണ്ഡിതന്മാരാണ്. അവർ മുഴുവനും ഉള്ളാൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾ അവർക്കൊപ്പം ഒപ്പിച്ച് ഫത്വ കൊടുക്കാൻ ഒപ്പം പോയെങ്കിൽ നിങ്ങളുടെ ഇസ്സത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഈ വിഭാഗം അവരുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചു. അന്ന് ഉയർത്തിപ്പിടിച്ച് വന്നതുകൊണ്ട് ഇന്ന് എവിടെയും ഞെളിഞ്ഞു നിന്ന് ആരെ മുമ്പിലും ആരോടും വിധേയത്വമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാം. ഇവിടെ ഇന്ന് കാര്യം പറഞ്ഞാൽ നാളെ തിരുത്തേണ്ട ഗതികേടൊന്നും ഇപ്പുറത്തില്ല. അവിടെ പറഞ്ഞത് ഹക്കാണെങ്കിലും അത് പിറ്റേ ദിവസം പ്രശ്നമാകുകയാണ്. ആയത്തും ഹദീസും ഒക്കെ ഒരു തറവാട്ടിലേക്കും ഒരു വിഭാഗത്തിലേക്കും ഓടിപ്പോവുകയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. പിന്നെ തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് മുഖം മിനുക്കാൻ വേണ്ടി പല ദുർവ്യാഖ്യാനങ്ങളും കൊണ്ടുവന്ന് തടിയൂരാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള ആ ഘട്ടങ്ങളിൽ നിന്ന് ഈ സമുദായത്തിൻ്റെ പ്രബല വിഭാഗത്തെ രക്ഷപ്പെടുത്തുകയും സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കപ്പെടുകയും ചെയ്തു. അതിന് അൽഫമറ അൽഹംദുലില്ലാ എന്ന് പറയൽ ആവശ്യമാണ്.